നമസ്കാരം. ഒരു ഇന്ത്യക്കാരായി ജനിച്ചതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും, നമ്മൾ 140 കോടി ജനങ്ങളും ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചതിൽ അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവരാണ് നമ്മൾ. വടക്കുള്ളവൻ്റെ ഭക്ഷണ രീതിയല്ല തെക്കുള്ളവന്, തെക്കുള്ളവൻ്റെ ഭക്ഷണ രീതിയല്ല വടക്കുള്ളവന്. ഇത് രണ്ടുമല്ല നോർത്ത് ഈസ്റ്റിലും ആസാം പോലുള്ള മേഖലയിലും. പക്ഷേ എന്നിട്ടും നമ്മൾ ഒന്നായി നിൽക്കുന്നു, നമ്മൾ ഇന്ത്യക്കാരെന്ന് സ്വയം അഭിമാനിക്കും. ആ അഭിമാനത്തിൻ്റെ മുഖത്തേക്കാണ് ഇന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ ഭരണാധികാരി, ഒരു ഭ്രാന്തൻ ഭരണാധികാരിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ നമ്മൾ 140 കോടി ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് ഇന്നത്തെ പ്രവൃത്തികൾ. ഒരു ഇന്ത്യക്കാരനായതിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായതിൽ ഇന്നിപ്പോൾ ഈ മോദി ഭരണത്തെ എതിർക്കുന്നവർ ആ ചോദ്യത്തിന് മുന്നിൽ തല കുരിച്ച് നിൽക്കുകയാണ് ഞാൻ, എന്നെപ്പോലുള്ളവർ. കാരണം നമ്മുടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം നേടിയ പുരോഗതിയുടെ പിന്നിലെല്ലാം മോദിയെപ്പോലൊരു ഉറച്ച നേതാവിൻ്റെ ശക്തമായ ചുവടുവയ്പ് ഉണ്ടാകുന്ന വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷേ ഇന്ന് ആ ഒരു തീരുമാനത്തിന് തിരിച്ചടിയേറ്റ ദിവസമാണ്. ഒരിക്കലും കൂടാൻ പാടില്ലാത്തതായിരുന്നു നമ്മുടെ ജനതയോട് ഒരു ഭ്രാന്തൻ നായെപ്പോലെ ഭരണാധികാരി കാണിച്ചത്. ഒരു ഭ്രാന്തൻ നായ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ. ഒരു ഭ്രാന്തൻ നായക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യും? ചങ്ങലക്കിടുക തന്നെ വേണം. പക്ഷേ അത് നമ്മൾ ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തിനല്ല കാത്തു വില പറയേണ്ടിരുന്നത്. അതിനെ ചോദ്യം ചെയ്യാത്ത നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന് ലജ്ജയാണ്, അല്ലെങ്കിൽ അവർ നാണിച്ച് തലതാഴ്ത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി വിദേശത്ത് പോകുന്നവരും കുടിയേറുന്നവരും കുറവല്ല. നമ്മൾ അമേരിക്കയിലേക്ക് കുടിയേറുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറുന്ന ബംഗ്ലാദേശികളും മ്യാൻമാറിൽ നിന്നുള്ളവരും ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരുമാണ്. അത് ഓരോരോ കുടിയേറ്റം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ് കുടിയേറ്റം. ഇസ്രായേലിലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ എത്രയോ ഇസ്രായേലികൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മാറിപ്പോയി, എത്രയോ പാലസ്തീനികൾ മാറിപ്പോയി. IS യുദ്ധം നടക്കുമ്പോൾ എത്രയോ സിറിയക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി. ഇവരെയൊന്നും തീർച്ചയായിട്ടും അതിർത്തി കടയുമ്പോൾ, അനധികൃതമായി കുടിയേറുന്നവരെ അതിർത്തി കടയുമ്പോൾ പലപ്പോഴും തടവിലാവും. അവരെയൊക്കെ അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ താമസിപ്പിക്കുക, അവിടുന്ന് അവരുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണമാണ്. അവരുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കുമ്പോൾ മനുഷ്യനെയാണ് ഇന്ന് ഇങ്ങനെ കൈകാലുകൾ ബന്ധിപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയത്. നമ്മുടെ രാജ്യത്ത് മെക്സിക്കോയിലേക്കും മറ്റുമൊക്കെ കൊളംബിയയിലേക്ക് നാടുകടത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ അതുപോലെ ഇന്ത്യക്കാരൻ എനിക്ക് ഒന്നുമല്ല, ഇന്ത്യക്കാരൻ നമുക്ക് പുല്ലുവിലയാണെന്ന് മുഖത്തടിച്ചതുപോലെ, മോദി എന്ന ഭരണാധികാരിയുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഭ്രാന്തൻ നായ. അത് ചോദ്യം ചെയ്യാതെ ഇരിക്കുന്ന മോദി സർക്കാരിനോട് പുച്ഛമാണ്, വെറുപ്പാണ്. ഇനി ഇങ്ങനത്തെ മോദി സർക്കാർ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റില്ല. കാരണം ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖത്തേറ്റ ഈ അടി ചോദ്യം ചെയ്യൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? തീർച്ചയായിട്ടും അവർക്ക് അവരുടെ രാജ്യത്തെത്തിയവരെ തിരിച്ചയക്കാനുള്ള അവകാശമുണ്ട്. അനധികൃതമായി അവരെ ശ്രമിച്ചവരെ ജയിലിലാക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അവരെ തിരിച്ചെത്തിക്കുമ്പോൾ നമ്മുടെ പൗരന്മാരാണ് അവർ നമ്മുടെ സാഹചര്യങ്ങൾ. ഗുജറാത്തിൽ നിന്നാണത്രേ ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ പോയത്. സ്വർഗമെന്ന് വിശേഷിപ്പിക്കാൻ ഗുജറാത്തിൽ നിന്ന് എന്തിനാണ് ആൾക്കാർ അമേരിക്കയിലേക്ക് കുടിയേറുന്നു? മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും. പക്ഷെ അതിൽ അവരെ കൊണ്ടുവരുന്നത് നമ്മുടെ മണ്ണിൽ വേറൊരു രാജ്യത്തിൻ്റെ സൈനിക വിമാനം ലാൻഡ് ചെയ്ത് 1-ാം നമ്പർ തെറ്റ്. അത്രയും കടുപ്പിച്ച് പറയാമെന്നെങ്കിൽ നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ ഒഴിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ വിമാനങ്ങൾ പോയി രാഖിരാമൻ അവരെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഒരു നിലപാട് എന്തുകൊണ്ട് ഇതിൽ സ്വീകരിച്ചില്ല? പക്ഷേ ഇനി ബാക്കി ഒരുപാട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ അമേരിക്കൻ ജയിലുകളുണ്ടെന്ന് പറയുന്നു. ഇനിയെങ്കിലും നമ്മുടെ പൗരന്മാരെ കൊണ്ടുവരേണ്ട രീതി ഇതല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടായില്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെ ഓർമ്മിച്ച് നമ്മൾക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. അപ്പോൾ പാരീസ് കഫേയിൽ വീണ്ടും കാണാം. ഈ പ്രതിഷേധം ഒരു വൻ തീയായി ആളിപ്പടരട്ടെ എന്നാഗ്രഹിക്കുന്നു. നമ്മുടെ പൗരന്മാരെ ട്രീറ്റ് ചെയ്ത അമേരിക്കൻ ഭ്രാന്തൻ നായയുടെ നടപടിയോട് ശക്തമായി നമ്മൾ വിയോജിക്കുക. അപ്പോൾ പാരീസ് കഫേയിൽ വീണ്ടും കാണാം. ചുള്ളൊരു ചായ.